ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് 35-ാം ദിവസമാണ്. സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാനുള്ള സർക്കാർ നീക്കത്തിനെ വകവയ്ക്കാതെയാണ് ആശാവർക്കർമാർ സമരം തുടരുന്നത്. നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ഇവരുടെ തീരുമാനം. സെക്രട്ടറി ഉപരോധത്തിന് പിന്തുണയുമായി വിവിധ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട്. കഴിഞ്ഞ 35 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ രാപ്പകൽ സമരം നടത്തുകയാണ്. ഒരു ഭാഗത്ത് സമരം ശക്തമാക്കുമ്പോൾ മറുഭാഗത്ത് സമരം പൊളിക്കാനുള്ള നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ പരിശീലന പരിപാടി നാളെ പരിശീലനം നൽകുമെന്നുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഈ സമരം പൊളിക്കാനുള്ള അല്ലെങ്കിൽ സമരം പൊളിക്കാനുള്ള ഒരു സർക്കാരിന്റെ നീക്കമല്ലേ ഇത്? സമരം പൊളിക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ്. ഇനി ഇവർ എന്ത് ഇത് വച്ചിരുന്നാലും ഞങ്ങൾക്ക് 9 മോഡി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു പുതിയ ഇപ്പോഴും ഇങ്ങനെ മുളച്ചെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പെട്ടെന്ന് പൊട്ടി മുളച്ചത് എങ്ങനെയാണെന്ന് അറിയാം. ഞങ്ങളുടെ ഈ സമരം പൊളിക്കാൻ വേണ്ടി ഇനി എങ്ങനെ ഇവർ നോക്കിയിരുന്നാലും ഈ സമരം പൊളിയില്ല. ഈ സമരം മുന്നോട്ട് തന്നെ പോകും. ഇനി എന്തോ ട്രെയിനിങ് ട്യൂബ് ഇടുന്നത് പാലിറ്റീവ് സിസ്റ്ററാണ്. ഒരു ട്യൂബ് ഇട്ട് എനിക്ക് 3 പേഷ്യൻ്റ് ഉണ്ട് ട്യൂബ് ഇട്ട് കിടന്നത്. അത് സിസ്റ്റർമാരാണ് ട്യൂബ് ഇടുന്നത്, ആശാവർക്കർമാരല്ല ട്യൂബ് ഇടുന്നത്. ഞങ്ങൾ എന്തോന്ന് കത്തി കൊണ്ടോ ഓപ്പറേഷൻ ചെയ്യാനാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് വയ്ക്കുന്നത്? അല്ലേ, കിടക്കുന്ന കിടരോഗികൾക്ക് ഞങ്ങൾ ഈ ആശമാർ ചെന്ന് കത്തിയെടുത്ത് ഓപ്പറേഷൻ ചെയ്യാനാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. എത്രത്തോളം ഈ സമരത്തെ അടിച്ചമർത്താൻ നോക്കിയാലും തകർക്കാൻ നോക്കിയാലും ഈ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. നാളെയാണ് ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധമുള്ളത്. ചേച്ചി, നാളെയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം. എത്രത്തോളം ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകും? ഏതെല്ലാം രീതിയിലാണ് ഈ പരിപാടികളടക്കം ക്രമീകരിച്ചിരിക്കുന്നത്? ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇതുവരെ നിന്നത്. പക്ഷേ ഇടയ്ക്ക് അവർ ഭീഷണിപ്പെടുത്തി അവരെ കയറ്റുകയാണ് ചെയ്തത്. അവരെ പിരിച്ചുവിടും, പകരം വോളണ്ടിയേഴ്സിനെ എടുക്കുമെന്നും പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഭീഷണിയിലാണ് കുറേ പേര് മാറി നിൽക്കുന്നത്. എങ്കിലും അവർ മനസ്സുകൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലാണ്. ഈ കഴിഞ്ഞ മാസം 10-ാം തീയതി തുടങ്ങിയ അതേ വീര്യത്തോടുകൂടി തന്നെയാണ് എല്ലാ ആശമാരും നിൽക്കുന്നത്. പക്ഷേ അവരുടെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഭീഷണി കാരണമാണ് അവർ നിൽക്കുന്നത്. ഇതിലേറെ കൂടുതൽ 50 വയസ്സിന് മേളിലോട്ടുള്ളവരാണ് ഇപ്പോൾ ഉള്ളത്. ഈ അത്രയും പേരും ഇത്രയും വർഷം കൊണ്ട് 18 വർഷം കൊണ്ട് ഞങ്ങൾ ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതാണ്. നല്ല ആരോഗ്യങ്ങളെല്ലാം പോയി, ഞങ്ങളുടെ നല്ല സമയങ്ങൾ അത്രയും തീർന്നു. ഇനി ബാക്കിയുള്ള സമയത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ മക്കളുടെ അടുത്ത് കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യമായ 5 ലക്ഷം രൂപയും പെൻഷനും ആവശ്യപ്പെടുന്നത്. ഈ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കുന്നു. അത് നാളെ പരിശീലനം നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നിങ്ങൾ പ്രതിഷേധം ശക്തമാക്കുന്നു അത്രത്തോളം അത് തകർക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അതൊന്നും വിലപ്പോകില്ല. ആശാവർക്കർമാർ നാളെ ഇവിടെ എത്തിച്ചേരും. കേരളത്തിൻ്റെ വിവിധ ജില്ലയിൽ നിന്നായി ആയിരക്കണക്കിന് ആശാവർക്കർമാർ ഇവിടെ എത്തിച്ചേരും. കാരണം ഇത് എന്തെങ്കിലും ആരെങ്കിലും തകർക്കാനോ ഒന്നും അല്ലല്ലോ, ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. ഏറ്റവും മിനിമം കാര്യം ചോദിച്ചുകൊണ്ടല്ലേ സമരം നടത്തുന്നത്. അത് ചർച്ച ചെയ്യാനോ പരിഹരിക്കാനോ തയ്യാറാകാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? ജീവിതമാണ്, രണ്ടിലൊന്നും തീരുമാനിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആശാമാർ ഇവിടെ എത്തും. ഏകദേശം 35 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ആശാ വർക്കർമാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധമുള്ളത്. സംസ്ഥാനത്തുടനീളമുള്ള ആശാ വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനും അജ്മലിനുമൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.